ഹലോ, അപ്പം വന്നിരിക്കുന്ന ഒരുപാട് സിനിമാ വാർത്തകളായിട്ടാണ്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ തലപതി വിജയന്റെ ഖുഷി എന്ന സിനിമേന്റെയാണ്. സിനിമ വീണ്ടും തിയേറ്റർ റിലീസിന് വരാൻ പോവുകയാണ്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കാണ് സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. വീണ്ടും സെപ്റ്റംബർ 25 നമ്മുടെ ഖുഷി എന്ന സിനിമ വീണ്ടും തിയേറ്റർ റിലീസിൽ വരുന്നത്. പണ്ട് കാലത്ത് ബിഗ് ബ്ലോക്ക് ബസ്റ്റർ ആയ ഒരു പ്രണയ ചിത്രം കൂടിയാണ് നമ്മുടെ തലപതി വിജയ് ജ്യോതിക എന്നിവർ അഭിനയിച്ച ഖുഷി എന്ന് പറഞ്ഞ സിനിമ. എന്തെങ്കിലും പടത്തിനായിട്ട് കാത്തിരിക്കുന്ന നമുക്ക് സെപ്റ്റംബർ മാസം 25 വീണ്ടും റിലീസിനായിട്ട്. അടുത്ത സിനിമ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ജിത്തു ജോസഫ് കോമ്പോയിൽ പുറത്തിറങ്ങാൻ പോകുന്ന ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗത്തിന്റെയാണ്. പടത്തിന്റെ 3ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് ഈ ഒരു മാസാവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസാവസാനത്തോടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ ഹിന്ദി പകർപ്പിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയായിരിക്കും. നിലവിലെ പടത്തിന്റെ റിലീസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വർഷം ക്രിസ്മസ് എന്നാണ് കേൾക്കാൻ സാധിച്ചത്. പക്ഷെ തെറ്റാണ്. അടുത്ത വർഷം മാർച്ചിനാണ് സിനിമ 19ാം തീയതി റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആട് എന്ന സിനിമേന്റെ കൂടെ ഓൾമോസ്റ്റ് ക്ലാഷ് റിലീസ് പോലെ ആയിരിക്കും നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗം വരാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗത്തിന്റെ OTT ഡിസ്കഷൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ തന്നെ ആമസോൺ ആയിരിക്കും ഇപ്രാവശ്യം സിനിമയുടെ OTT അവകാശങ്ങൾ മേടിക്കാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ LCU സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ സിനിമയാണ് ബെൻസ് എന്ന് പറഞ്ഞ സിനിമ. രാഘവ ലോറൻസ്, നിവിൻ പോളി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. പടത്തിലോട്ട് പുതിയൊരു ജോയിനേഷൻ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ബോർഡ് ആയിരിക്കുകയാണ്. പടത്തിൽ സംയുക്തയും മലയാളത്തില് ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ് ബെൻസ് എന്ന് പറഞ്ഞ സിനിമയില്. ഭാഗ്യരാജ് കണ്ണനാണ് പടം ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ നിവിൻ പോളി പടത്തിന്റെ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ ബെൻസ് എന്ന് പറഞ്ഞ രാഘവ ലോറൻസ് സിനിമയില്. എന്തായാലും നമ്മുടെ LCUവിൽ വരാൻ പോകുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം നമുക്ക്. അത് മാത്രമല്ല സിനിമയിൽ നമ്മുടെ ജയം രവി അല്ലെങ്കിൽ രവി മോഹനും കേന്ദ്ര കഥാപാത്രമായിട്ട് സിനിമയിൽ വരുന്നുണ്ട് ഒരു വില്ലൻ വേഷത്തിൽ. അത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല നിലവിൽ. എന്തായാലും വരും ദിവസങ്ങൾ അതും കൺഫേം ചെയ്യുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദുൽഖർ സൽമാന്റെ സിനിമേന്റെയാണ്. ദുൽഖർ സൽമാൻ വരാൻ പോകുന്ന സിനിമയാണ് ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ. പുള്ളിന്റെ സിനിമയിൽ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമയിൽ ദുൽഖർ സൽമാൻ ഷെഡ്യൂൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. നിലവിൽ ജോയിൻ ആയിരിക്കുകയാണ്. പുള്ളിന്റെ നിലവിലെ ഷൂട്ടിംഗ് നടക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമയുടെ ഷെഡ്യൂള്. എന്തായാലും ഡയറക്ഷൻ ചെയ്യുന്നത് നമ്മുടെ നിഹാസ് ഹിദായത്താണ്. പുള്ളി നമുക്ക് എല്ലാവർക്കും അറിയാം RDX എന്ന സിനിമയിൽ തകർത്ത് ഡയറക്ഷൻ ചെയ്ത അദ്ദേഹം തന്നെയാണ് ഈ ഒരു ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമയും സംവിധാനം ചെയ്യാൻ പോകുന്നത്. നിലവിലെ സിനിമയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നമ്മുടെ ദുൽഖർ സൽമാൻ വന്നിരിക്കുകയാണ്. പുള്ളിക്കാരൻ ലോക സിനിമേന്റെ പ്രൊമോഷൻ വർക്ക് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുള്ളി ഫ്രീ ആയിരിക്കുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഐ ആം ഗെയിം എന്ന സിനിമ ഇനിയും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ഇനി വരാൻ പോകുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് വിർഷഭ എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ വരാൻ പോവുകയാണ് സെപ്റ്റംബർ 18 തീയതി. ഒരു ഹൈ ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ്. ഈ വർഷം ദിവാലി പ്രമാണിച്ചാണ് പടം തിയേറ്റർ റിലീസ് വരാൻ പോകുന്നത്. നന്ദ കിഷോർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ഒരു പടം ഡയറക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും ലാലേട്ടന്റെ ഒരു കിണ്ണം പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട് വിർഷഭ എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത് നിന്ന്. എന്തായാലും സെപ്റ്റംബർ 18 തീയതി കാത്തിരിക്കുന്ന നമുക്കൊരു കിണ്ണം ടീസറിനായിട്ട് വിർഷഭ എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത്. എന്തായാലും നല്ലൊരു ക്വാളിറ്റി മേക്കിംഗ് ആണെങ്കിൽ വീണ്ടും ഒരു കിടിലം കളക്ഷൻ ബോക്സ് ഓഫീസ് നമ്മുടെ ലാലേട്ടന്റെ പേരിൽ വരുന്നതായിരിക്കും. കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയ്ൻ നിഗത്തിന് വരാൻ പോകുന്ന ഒരു തമിഴ് സിനിമയാണ്, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന സിനിമയാണ്. ഒരേ സമയത്ത് മലയാളത്തിലും തമിഴിലുമാണ് ഈ ഒരു സിനിമ വരുന്നത്. ബൾട്ടി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന സെപ്റ്റംബർ ലാസ്റ്റ് വീക്കാണ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. റിലീസ് തീയതി നിലവിൽ കൺഫേം ആയിട്ടില്ല. എന്തായാലും സിനിമ ഈ മാസാവസാനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് റിലീസ്. നമ്മുടെ സായി അഭ്യങ്കർ ആണ് മ്യൂസിക് ഡയറക്ഷൻ. അതുപോലെ തന്നെ ഉണ്ണി ശിവലിംഗമാണ് പടത്തിന്റെ ഡയറക്ഷൻ. ഡെബ്യൂട്ട് ഡയറക്ടറും കൂടിയാണ്. ഷെയ്ൻ നിഗം എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. അത് മാത്രം നമ്മുടെ അൽഫോൺസ് പുത്രനും സിനിമയിൽ വലിയൊരു ഭാഗമാകുന്നുണ്ട് ക്യാരക്ടറിന്റെ ഭാഗമായിട്ട്. അന്നൊരു വീഡിയോ പുറത്തിറങ്ങിയതാണ് ഗ്ലിംസ് വീഡിയോ. എന്തെങ്കിലും പടത്തിന്റെ പുതിയ പോസ്റ്റേഴ്സ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണിമുകുന്ദൻ നരേന്ദ്രമോദിയായിട്ട് വന്ന എങ്ങനെ ഉണ്ടാവും. പുള്ളിന്റെ ഒരു കിരൺ സിനിമ അനൗൺസ്മെന്റ് നടന്നിരിക്കുകയാണ്. മോദിന്റെ പിറന്നാൾ ദിനത്തിന് അന്ന് 75ാമത്തെ പിറന്നാൾ ദിനത്തിന് അന്ന് ഉണ്ണിമുകുന്ദൻ മോദിയായിട്ടൊരു പടം വരാൻ പോവുകയാണ്. മോദിന്റെ ബയോ എപ്പിക് സിനിമ വീണ്ടും വരികയാണ്. 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ ഒരു ബയോ എപ്പിക് ആയിരിക്കും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പുള്ളിന്റെ ഭാഗത്ത് നിന്ന്. നമ്മുടെ ഉണ്ണിമുകുന്ദനായിരിക്കും ഇതിൽ നരേന്ദ്രമോദിയുടെ അഭിനയിക്കാൻ പോകുന്നത്. മ്യൂസിക് നമ്മുടെ രവി ബസൂർ ആണ് KGF എന്ന സിനിമയിലെ. അതുപോലെ തന്നെ ഡയറക്ഷൻ ക്രാന്തി കുമാർ ആണ്. ഒരു പുതിയൊരു ഡെബ്യൂട്ടായ ഒരു സംവിധായകനാണ്. എന്തായാലും മോദിയുടെ പിറന്നാൾ ദിനത്തിന് അന്നാണ് ഈ ഒരു കിടിലൻ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും.
അത് മാത്രമല്ല നമ്മുടെ ലോർഡ് മാർക്കോ വരാൻ പോവുകയാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പടത്തിന്റെ ടൈറ്റിൽ നിലവില്. നമ്മുടെ ക്യൂബ് എന്റർടൈൻമെന്റ്സ് അതുപോലെ തന്നെ ഹനീഫ് അഡാനി ഡയറക്ഷനിൽ വരാൻ പോകുന്ന ഒരു കിണ്ണം പടം തന്നെയായിരിക്കും മാർക്കോ സിനിമന്റെ ലോർഡ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. ഇപ്രാവശ്യം നമ്മുടെ ഉണ്ണിമുകുന്ദൻ ആയിരിക്കത്തില്ല ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. വേറൊരു കിടിലൻ അന്യഭാഷ ആക്ടറിനെയാണ് സിനിമ ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവിലെ റൂമർ ആയിട്ട് യാഷ് വരുമെന്നൊക്കെയാണ് കേൾക്കാൻ സാധിക്കുന്നത് ലോർഡ് മാർക്കോ ആയിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമന്റെ ലോർഡ് മാർക്കോയിൽ വരാൻ പോകുന്ന നായകനായിട്ട്. എന്തായാലും നല്ല രീതിയിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ലോർഡ് മാർക്കോ എന്ന് പറഞ്ഞ സാധനം. കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജയിലർ എന്ന സിനിമേന്റെ 2ാം ഭാഗത്തിന്റെയാണ്. പടത്തിന്റെ പുതിയ ഷെഡ്യൂൾ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ പാലക്കാട് വെച്ചിട്ട് 4 ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും സൂപ്പർ സ്റ്റാർ രജനികാന്തും പാലക്കാട് വരുന്നതായിരിക്കും സിനിമന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട്. അത് മാത്രമല്ല കൂടെ തന്നെയായിട്ട് ഒരുപാട് മല്ലു ആക്ടേഴ്സും സിനിമയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും സെറ്റില്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ജയിലർ എന്ന സിനിമ 2ാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റിനായിട്ട് കൂടുതൽ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട്. നിമിഷം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ദിലീപ് ചാനൽ.